രണ്ട് സ്വരങ്ങളെ ഈശോയുടെ വലിയ സ്നേഹവും ഈശോയുടെ വലിയ കരുണയും കൊണ്ടാണ് അവിടുത്തെ വചനം കേൾക്കാൻ വേണ്ടി നമുക്ക് ഈ കൺവെൻഷൻ പന്തലിൽ ഒരുമിച്ച് ചേരാൻ സാധിക്കുക. ഇത് കർത്താവ് അണിയിച്ചൊരുക്കിയ ദിവസമാണ്. നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി നല്ലൊരു ചിരി കൊടുത്തേ. ഈശോ തരുന്ന ഒരു സന്തോഷത്തിൽ, ഈശോ തരുന്ന ഒരു ആനന്ദത്തിൽ എല്ലാ ദിവസവും അച്ഛന് നിങ്ങളോട് സ്നേഹത്തോടെ പറഞ്ഞു തരാനുള്ള ഒരു കാര്യമാണ് ഈശോയിൽ ആശ്രയിക്കുക. ഈശോയിൽ ആശ്രയിച്ചാൽ ലോകം തരുന്നത് പോലെയല്ല, ഈശോ തരുന്ന ഒരു ആനന്ദം കൊണ്ട് നമ്മൾ നിറഞ്ഞാൽ നമുക്ക് എല്ലാമായി പറയാം ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ലോകം ഒത്തിരി സന്തോഷം തരും. ഇപ്പം നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന കാണുമ്പോഴത്തേന് എനിക്കൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം തോന്നുന്നുണ്ടോ? ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ എനിക്ക് ആദ്യം തന്നെ വിഷമം ഉണ്ടല്ലോ അല്ലേ. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, നമുക്ക് സന്തോഷം തരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു, നിങ്ങൾ വചനം കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. എൻ്റെ വൈദിക ജീവിതത്തെ ഏറ്റവും ആനന്ദിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. വചനം കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. പറയാം ഹല്ലേലൂയ. പക്ഷെ എൻ്റെ പ്രശ്നം എന്നറിയോ? ലോകം തരുന്ന സന്തോഷം എല്ലാം ലോകം എടുത്തു മാറ്റും. എന്നാ പറഞ്ഞേ? ലോകം തരുന്ന സന്തോഷം എല്ലാം ലോകം എടുത്തു മാറ്റും. ഇപ്പം നമ്മൾ ഈ കൺവെൻഷൻ ഈ വചനം കേട്ടോണ്ടിരിക്കുന്നു, കൺവെൻഷൻ പന്തലിൽ വന്നിരിക്കുന്നു. ഇന്ന് രാത്രി കൺവെൻഷൻ കേട്ട് നിങ്ങൾ വീട്ടിലോട്ട് പോകും. പറഞ്ഞേ ഹല്ലേലൂയ. ഞാനിവിടെ കൺവെൻഷൻ പന്തലിൽ ഒറ്റയ്ക്കായി പോകും, ഞാനും നോബിളച്ചനും മാത്രം. ലോകം തരുന്ന സന്തോഷം മുഴുവൻ ലോകം തിരിച്ചെടുക്കും. ഈ ആൾക്കൂട്ടം നാളെ ഇല്ലാണ്ടാകും. നമുക്ക് സന്തോഷം തരുന്ന നമ്മുടെ ആരോഗ്യം നാളെ ഇല്ലാണ്ടാവും. നമുക്ക് സന്തോഷം തരുന്ന വ്യക്തികൾ നാളെ നമുക്ക് എതിരെ തിരിഞ്ഞു നിൽക്കാം. ഇന്ന് സന്തോഷം തരുന്ന നമ്മുടെ സമ്പാദ്യങ്ങൾ ചിലപ്പോൾ നാളെ നഷ്ടപ്പെട്ട് നമ്മൾ ദുഃഖത്തിലേക്ക് പോയേക്കാം. ഇന്ന് നമുക്ക് ആശ്രയമായിട്ട് നിൽക്കുന്ന മാതാപിതാക്കൾ നാളെ നമ്മുടെ വിളിപ്പുറത്ത് കയ്യെത്തുന്ന ഒരു ദൂരത്ത് ഇല്ലാതെ പോകാം. മക്കള് സന്തോഷമായിട്ട് മാറിയാൽ നാളെ ആ മക്കൾ ചിലപ്പോൾ തിരിഞ്ഞു നോക്കാതെ പോയേക്കാം. ലോകം തരുന്ന സന്തോഷം എല്ലാം ലോകം തിരിച്ചെടുക്കും. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ദൈവജനത്തിന്, കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടത് ലോകം തരുന്ന സന്തോഷമല്ല, ഈശോ തരുന്ന ആനന്ദമാണ്. ലോകം തരുന്ന സന്തോഷമല്ല, എന്താണ് വേണ്ടത്? ഈശോ തരുന്ന ആനന്ദം. വെറുതെ ഓരോരുത്തർ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം പിടികിട്ടിയോ? ലോകം തരുന്ന സന്തോഷം, ഈശോ തരുന്ന ആനന്ദം. ലോകം തരുന്ന സന്തോഷത്തിനൊരു കുഴപ്പമുണ്ട്. എന്നാ കുഴപ്പം? സന്തോഷിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണ്, നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ സന്തോഷമാണ്. പക്ഷേ ഇന്ന് രാത്രി നമ്മൾ പിരിയും. 4 ദിവസം കൺവെൻഷൻ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരിക്കലും കാണില്ല. ലോകം തരുന്ന സന്തോഷം എല്ലാം പോകും. അപ്പുറത്തെ സൈഡിൽ ഈശോ തരുന്ന ആനന്ദം അത് പോകുകയല്ലെന്ന് മാത്രമല്ല, ഈശോ തരുന്ന ആനന്ദം ആർക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പണ്ട് ക്രിസ്ത്യൻ ധ്യാനമൊക്കെ കൂടിയപ്പോൾ ഈ പാട്ട് നിങ്ങൾ പാടി ഓർക്കുന്നില്ലേ? യേശു തരും ആനന്ദം അത് സ്വർഗീയാനന്ദം. നിങ്ങൾ പാടി അക്രമമൊന്നും കാണിക്കണ്ട, ഞാനും പാടുന്നില്ല. ഞാൻ പാട്ട് പാടിയ ഡയലോഗ് പോലെയും, ഡയലോഗ് പറഞ്ഞ പാട്ട് പോലെ ഇരിക്കും. നിങ്ങളും കുറെ പേര് അങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു. അതുകൊണ്ട് പാടി ഉപദ്രവിക്കണ്ട അടുത്തിരിക്കുന്നവരെ. ഈശോ തരുന്ന ആനന്ദം. പറഞ്ഞേ ഹല്ലേലൂയ. യേശു തരും ആനന്ദം അത് സ്വർഗീയ ആനന്ദം. ക്രിസ്ത്യൻ ധ്യാനമൊക്കെ കൂടുമ്പോൾ നമുക്ക് ധ്യാനം കൂടെ ഇഷ്ടമില്ലാഞ്ഞുകൊണ്ട് നമ്മളെ പാട്ട് പഠിപ്പിച്ച ബ്രദറിനെയൊക്കെ കൊഞ്ഞനം കൊത്തി കാണിച്ച് അടുത്തിരിക്കുന്നവരെ കോക്കറി കാണിച്ച് നമ്മൾ ചോദിച്ചു ആർക്കത് വേണം എന്നൊക്കെ പാട്ടുപാടി ആക്ഷനൊക്കെ കാണിച്ചാണ്. പക്ഷേ വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരു പരുവായപ്പോൾ നമുക്ക് മനസ്സിലായി ഈശോ തരുന്ന ആനന്ദമാണ് വലുത്, ലോകം തരുന്ന സന്തോഷമല്ല. വലുതോരോരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ കൺവെൻഷൻ ഈ ഒരു കാര്യം പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. എന്നാ വേണ്ടേ? ലോകം തരുന്ന സന്തോഷം വേണോ? ഈശോ തരുന്ന ആനന്ദം വേണോ? ഉറക്കെ പറ, എന്ത് വേണം? ഈശോ തരുന്ന ആനന്ദം. ലോകം സന്തോഷം തന്നാൽ ലോകം തന്നെ അത് തിരിച്ചെടുക്കും. ഈശോ ആനന്ദം തന്നാൽ അതൊരിക്കലും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകില്ല. നല്ല ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈശോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആനന്ദമോ സന്തോഷമൊക്കെ തന്നിട്ടുണ്ടോ? ഉള്ളിലൊരു ആനന്ദം വേണം. നമ്മുടെ ക്രൈസ്തവരുടെ ദൈവവചനത്തെ വിശ്വസിക്കുന്ന, ഈശോയെ സ്വീകരിക്കുന്ന കൂദാശകൾ കൈക്കൊള്ളുന്ന നമ്മുടെ ഏറ്റവും വലിയ അടയാളം ഒരു ആനന്ദം. ആ ആനന്ദം പുറത്തേക്ക് വരുന്നത് ഒരു പുഞ്ചിരിയോടുകൂടി ആയിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ ലോകം തരുന്ന സന്തോഷത്തെ മാത്രം നോക്കി നടക്കുന്നവരാണ് ഒരിക്കലും ചിരിക്കാത്തത്. അവർക്കൊരിക്കലും സന്തോഷം തോന്നുന്നില്ല. കിട്ടുന്തോറും വീണ്ടും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും സന്തോഷം നിറയില്ല. പക്ഷെ ഈശോ തരുന്ന ആനന്ദത്തിൽ ഒന്നുമില്ലായ്മയിൽ പോലും പുഞ്ചിരിച്ചുകൊണ്ട് മനുഷ്യർ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പറയാം ഹല്ലേലൂയ. കണ്ടിട്ടില്ലേ? ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപ്പക്കത്ത്, നിങ്ങളുടെ ഇടവകയിൽ, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തൊക്കെ ചില വ്യക്തികളെ അടുത്ത് പരിചയപ്പെടുമ്പോഴത്തേനും നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്തോരം സങ്കടങ്ങളുള്ള മനുഷ്യരാണ്. പക്ഷെ എന്നിട്ട് ഇങ്ങനെ സ്പ്രിങ്ങയിൽ അടിച്ച് നിൽക്കുന്ന പോലെ ഇങ്ങനെ ജില്ലായിട്ട് നിൽക്കുന്ന കുറെ മനുഷ്യരെ കണ്ടിട്ടുണ്ട്. എന്നാ സംഭവിച്ചാൽ നമ്മൾ വിചാരിക്കും കർത്താവേ ഇവനൊന്നും വേദന അറിയുന്നില്ലേന്ന് വിചാരിക്കും.
അതുപോലത്തെ സങ്കടങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർ. പക്ഷെ അപ്പോഴും മുഖത്തൊരു പുഞ്ചിരി. നമുക്ക് പക്ഷെ എന്തോരം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട്, എന്തോരം കൃപകൾ കിട്ടിയിട്ട്, സന്തോഷിക്കാൻ ആനന്ദിക്കാൻ ഒരുപാട് കാരണങ്ങൾ കിട്ടിയിട്ട് ഒന്ന് പുഞ്ചിരിക്കാൻ പോലും പറ്റാത്ത മനുഷ്യർ. ഒരു വർഷത്തിന് മുകളിലായെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഇച്ചിരി ആളെ പറയാൻ ഇച്ചിരി പ്രൈവസിയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് വ്യക്തിയെ, ആളെ, സാഹചര്യത്തെ, സ്ഥലത്തെ ഒന്നും പറയാത്തത്. ഞങ്ങളുടെ അവിടെ നടന്ന ഒരു ധ്യാനമാണ്, പാമ്പാടിയിലെ ഗുഡ് ന്യൂസ് ധ്യാന കേന്ദ്രത്തിൽ മാസത്തിലെ 2-3 ധ്യാനങ്ങളുണ്ട്. അപ്പോൾ അവിടെ ആദ്യത്തെ ആഴ്ച നടക്കുന്ന ഒരു ധ്യാനമാണ് തപസ് ധ്യാനം. പേര് കേൾക്കുമ്പോൾ നിങ്ങൾ പിന്നെ ഇങ്ങനെ ഒറ്റക്കാലം നിൽക്കുന്ന ഒരു ധ്യാനമാണെന്നൊന്നും വിചാരിക്കണ്ട. ചിത്രകഥയൊക്കെ വായിച്ചിട്ടുള്ളത് തപസ് ധ്യാനം എന്ന് വെച്ചാൽ അച്ഛന്മാരെല്ലാം കൂടെ ഇങ്ങനെ ഒറ്റക്കാലം നിൽക്കുകയാണ്. അല്ല, തപസ് ധ്യാനം എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഒന്ന് വന്ന് കൂടുന്നത് നല്ലതാണ്. ഒന്ന് വന്ന് കൂടിയാൽ പിന്നെ ഒരിക്കലും മരിക്കാൻ തോന്നില്ല, വീണ്ടും വീണ്ടും കൂടാൻ തോന്നും. അങ്ങനത്തെ ഒരു ധ്യാനമാണ്. നല്ല രസമാണ്. 3 ദിവസം ഇഷ്ടംപോലെ ചൂടുവെള്ളം, നോ ചോർ, ഭക്ഷണമൊന്നുമില്ല. കട്ടിയായിട്ട് കഴിക്കുന്നത് വിശുദ്ധ കുർബാന മാത്രമാണ്. 4 വിശുദ്ധ കുർബാന 3 ദിവസം. ഇപ്പോൾ ഭക്ഷണമൊന്നുമില്ല. വളരെ കഷ്ടപ്പെട്ട് ഭയങ്കര ബുദ്ധിമുട്ടിയ ഒരു ധ്യാനമാണ്. എങ്ങനെ അതൊക്കെ പൂർത്തിയാക്കുന്നു എന്ന് കാണുമ്പോഴത്തേന് അൾത്താരെ നിൽക്കുമ്പോൾ നമുക്ക് പോലും തലയിറങ്ങി വീടും. അതുപോലത്തെ ഒത്തിരി സഹനം ഏറ്റെടുത്തുകൊണ്ടുള്ള ധ്യാനമാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അവിടെ ഒരു ധ്യാനം നടക്കും. ഞാൻ ഒത്തിരി അത്ഭുതങ്ങൾ, അടയാളങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു കുഞ്ഞു പൗരോഹിത്യ ജീവിതത്തിൽ. ഈശോയുടെ ഇടപെടൽ ഒത്തിരി കണ്ടിട്ടും ഞാൻ എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ ആനന്ദവും അത്ഭുതമായിട്ട് കണ്ടുള്ള ഈ തപസ് ധ്യാനത്തിന് വരുന്ന ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെയാണ്. എന്താണെന്നറിയോ, എന്തോരം ധ്യാനം കൂടി, നിങ്ങൾ എന്തോരം കൺവെൻഷനുകൾ കൂടി. എൻ്റെ ഏറ്റവും വലിയ വിശ്വാസമാണ് യുവജനങ്ങളാണ് അടുത്ത സഭ. യുവജനങ്ങളാണ് അടുത്ത സഭ. ഈ സഭയെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ആ യുവജനങ്ങൾക്കിടയിൽ നിന്ന് തീ പിടിച്ച കുറേ എണ്ണങ്ങൾ വേണം. അതാണ് തിരുസഭ എന്ന് പേഴ്സണലി വിശ്വസിക്കുന്ന ഒരു വൈദികനാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതം. കാലുമേലാത്തവർ എഴുന്നേറ്റ് നടക്കുന്നതോ, സംസാരിക്കാൻ പറ്റാത്തവർ സംസാരിക്കുന്നതോ, വലിയ മാനസാന്തരങ്ങൾ നടക്കുന്നതോ, ഇതൊക്കെ ഈശോയുടെ വലിയ വലിയ നമുക്ക് വാക്കുകളാൽ വർണ്ണിക്കാൻ പറ്റാത്ത വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കൺമുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പേഴ്സണലി എൻ്റെ ഏറ്റവും കൂടുതൽ ഒരു ആനന്ദം, ഒരു അത്ഭുതമായിട്ട് എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത് ഈ തപസ് ധ്യാനത്തിന് വരുന്ന യുവജനങ്ങളാണ്. എൻ്റെ ഈശോയെ ഇവരെങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന് ഓർത്ത് ഞാൻ പോലും വിശപ്പ് കൂടിയിട്ടുണ്ട് എനിക്ക്. അവരിങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഇച്ചിരി സീനിയേഴ്സ് ആയവർ, ഒരു 40-ന് മുകളിലുള്ളവർ, പിന്നെ സിസോയും ഗോദ്രേജും ഒക്കെ തൂത്ത് പരപ്പിച്ച് ഒരുമാതിരി കറുത്ത മുടിയൊക്കെ വെപ്പിച്ചിട്ടുള്ളവർ, നിങ്ങൾ ഒത്തിരി ധ്യാനം കൂടി ഒത്തിരി വചനം കേട്ടിട്ടുള്ളവരാണ്. ഈ കുഞ്ഞു മക്കള് എൻ്റെ പ്രായത്തിൽ എന്ന് വെച്ചാൽ എനിക്ക് നല്ല പ്രായമായി, എന്നെക്കാട്ടും കുറച്ചുകൂടി ഒരു പ്രായം കുറവുള്ള യുവജനങ്ങൾ, ചെറുപ്പക്കാര്, അവര് വന്നിരുന്ന് ഈ വചനം കേൾക്കുന്നത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറയാറുണ്ട്. കാരണം 4 ദിവസത്തെ ധ്യാനത്തിന് 5 നേരം പിന്നെ ഭക്ഷണം കൊടുത്താലും വരാത്ത ചില ആൾക്കാർ ഈ 3 ദിവസം ഭക്ഷണം ഇല്ലാതെ അവിടെ വന്നിരുന്ന് അവരുടെ ഉള്ളിലോട്ട് ചോറും കറിയും ഒന്നല്ല നിറയുന്നത്, 4 വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റാത്ത ഒരാനന്ദം കൊണ്ട് തുള്ളിച്ചാടി അവിടുന്ന് പോകുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വർഷത്തിന് മുമ്പാണ് ഞാൻ പറയാൻ വന്ന സംഭവം ഇതാണ്. 1 വർഷത്തിന് മുകളിലായി ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പിന്നെ ഇങ്ങനെ തപസ് കൂടിയ ഒരു ചേച്ചി, ഒരു 40-45 വയസ്സുണ്ടെന്നാണ് എൻ്റെ ഒരു ചിന്ത. അപ്പോൾ ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം ഞങ്ങളെല്ലാ ധ്യാനത്തിനും അങ്ങനെ സാക്ഷ്യങ്ങളൊന്നും പറയിപ്പിക്കാറില്ല. ഓരോ തവണ ഈശോ ഇൻസ്പിറേഷൻ തരുന്നതനുസരിച്ച് സാക്ഷ്യം പറയും. അവിടെ ഈശോയെ മഹത്വപ്പെടുത്തുക, ആ അത്ഭുതം ഈശോ ചെയ്തെടുത്ത് ഈശോയെ മഹത്വപ്പെടുത്തുക എന്നുള്ളൊരു ചിന്തയിലാണ്. അവിടുന്ന് ആൾക്കാരുടെ മുമ്പിൽ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയാൽ ഉടനെ അവരെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിച്ചു. അപ്പോൾ ഈ ഒരു ചേച്ചി, നമ്മൾ പറയുന്ന ഈ ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞാണ്. അതായത് ഒരു 10-12 വർഷം മുമ്പ് ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിൽ തപസ് കൂടിയിരുന്നു. ഒരു 12 വർഷം മുമ്പ് അന്നൊരു നിയോഗം വെച്ചിരുന്നു. വെച്ച നിയോഗം ഇതാണ്: ഒരു കുഞ്ഞുണ്ടാകണം. ചേച്ചി കല്യാണം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി ചേച്ചി താമസിച്ചു. അപ്പോൾ ഒത്തിരി പേരിങ്ങനെ പല പ്രാർത്ഥനാ രീതികളൊക്കെ പറഞ്ഞു, പല സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു. ആരോ ഇങ്ങനെ ഒന്ന് ഗൈഡ് ചെയ്തു, ഇവിടുത്തെ ധ്യാനകേന്ദ്രത്തിൽ പോയി ഒന്ന് തപസ്സെടുത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ ഈ കഷ്ടപ്പാടുള്ള ഈ ഉപവസിച്ചുള്ള ധ്യാനം ഒത്തിരി സ്നേഹത്തോടെ, സഹനം ഏറ്റെടുത്ത് തീഷ്ണതയോടെ ഈ ചെറുപ്പക്കാരിയായിരുന്നു ഈ ചേച്ചി വന്ന് ധ്യാനം കൂടി. അപ്പോൾ ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ, ആ വർഷം തന്നെ ഇങ്ങോട്ട് പ്രഗ്നൻ്റായ 2-ാം കൊല്ലം കുഞ്ഞുവാവ ഉണ്ടാകുന്നു. പിന്നെ കുറച്ച് പ്രാരാബ്ദങ്ങളൊക്കെ, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ, ധ്യാനേന്ദ്രത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല. ഒരു 12 വർഷത്തിന് ശേഷം നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഈ ധ്യാനം കൂടുക. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ ചേച്ചി, ഞങ്ങൾക്ക് അൾത്താരയിൽ നിന്ന് അച്ഛന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചു ഇത് സാക്ഷ്യം പറയുകയാണോ അതോ വേറെ എങ്ങോട്ടേലും പോവാണെന്ന് ചോദിച്ചു. അതിന്റെ ക്ലൈമാക്സിൽ ഈ ചേച്ചി സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ അൾത്താരയിൽ നിന്ന് ഞങ്ങൾ അച്ഛന്മാർ വരെ കരഞ്ഞുപോയി. കണ്ണൊക്കെ തുടച്ച് കണ്ണു തിരുമ്മി ആൾക്കാരെ നോക്കുമ്പോൾ ആൾക്കാരും ഇരുന്ന് കരയുന്നുണ്ട് ഈ സാക്ഷ്യം കേട്ടു. ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, കർത്താവേ, 3 ദിവസം അങ്ങയെക്കുറിച്ച് സംസാരിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ ഈ 5 മിനിറ്റ് കൊണ്ട് ഒരു കുഞ്ഞ് സാക്ഷ്യം, ഒരു കുഞ്ഞല്ല, അത്ര മഹത്തായ ഒരു സാക്ഷ്യത്തിലൂടെ ഈ ചേച്ചി ജനത്തിന്റെ ഉള്ളിലേക്ക് ഈശോയുടെ സ്നേഹവും ഈശോയുടെ ആനന്ദവും പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
വളരെ ചുരുക്കി അല്പം പ്രൈവസി ഉള്ളതുകൊണ്ട് ചേച്ചിയെ നിങ്ങൾ ഒരിക്കലും അറിയരുതെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് ആ പ്രൈവസി അത്രയും മാനിച്ചുകൊണ്ട് വളരെ ചുരുക്കി ആ സംഭവം പറയാണ്. വളരെ ദാരിദ്ര്യം പിടിച്ച ഒത്തിരിയധികം കഷ്ടപ്പാടുകൾ സഹിച്ചൊരു ചെറുപ്പകാലം ഉണ്ടായിരുന്നൊരു പെൺകുട്ടിയാണ്. പേരൻസ് അങ്ങോട്ട് ചെറുപ്പത്തിലെ തന്നെ നഷ്ടപ്പെടുന്നു. ഏറ്റവും അടുത്തൊരു ബന്ധു എൻ്റെ വീട്ടിൽ താമസിക്കുന്നു. വിദ്യാഭ്യാസത്തിന്റെ കുറവുകൾ ആ കൊച്ചിനെ ഒരു രണ്ടാമത്തെ കുഞ്ഞിനെ പോലെയൊക്കെ കാണുന്നു. ഒത്തിരി ദാരിദ്ര്യം ഒരു വീട്, വിദ്യാഭ്യാസം വഴിക്ക് വെച്ച് മുടങ്ങുന്നു. വളരെ വലിയ ദാരിദ്ര്യത്തിലോട്ട് ഈ ചേച്ചിയെ ഈ പെൺകൊച്ചിനെ നോക്കിക്കൊണ്ടിരുന്ന കുടുംബവും പോകുന്നു. അവസാനം ഇവർക്കും കൈവിടണം എന്നൊരു ചിന്ത വരികയാണ്. സത്യം പറഞ്ഞാൽ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹോസ്റ്റലിൽ കൊണ്ടേ നിർത്താൻ പോലും ഉള്ള ഒരു പാങ്ങില്ലാത്ത ഒരു കുടുംബം. രൂപതയിൽ നിന്നൊക്കെ ഒരു സഹായമൊക്കെ വന്നു. ആ ചേച്ചിയുടെ പഠിത്തം മുമ്പോട്ട് പോയി, പെൺകുഞ്ഞിന്റെ പഠിത്തം മുമ്പോട്ട് പോകും തോന്നി. പക്ഷെ അത് പിന്നെയും ഇടയ്ക്ക് വെച്ച് ബ്ലോക്ക് ആവുന്നു. കാരണം ഈ പെൺകൊച്ച് എപ്പോഴും ഇരുന്ന് കരച്ചിലാണ്, സങ്കടമാണ്, ഉള്ളിൽ മുഴുവൻ സങ്കടം. ആരുമില്ലാത്തതിൻ്റെയൊക്കെ ആയിരിക്കാം, നമുക്കറിയില്ല. ഒരു ചൈൽഡ്ഹുഡ് ട്രോമ, കുഞ്ഞിലുള്ള വിഷമങ്ങളൊക്കെ നമുക്കൊരിക്കലും ആൾക്കാർ പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാവുന്ന ഒരു ലിമിറ്റുണ്ട്. ഈ ജീവിതം അങ്ങനെ മുമ്പോട്ട് പോകുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു കല്യാണപ്രായമൊക്കെ എത്തിയപ്പോൾ ആലോചനകളൊക്കെ നടക്കുന്നു. പക്ഷേ ജോലിയില്ല, വിദ്യാഭ്യാസമില്ല, അങ്ങനെ പറയാൻ പറ്റുന്നൊരു കുടുംബാന്തരീക്ഷമോ ഒന്നുമില്ല. ഇത് കൊണ്ടു നടക്കാൻ ഒരാളില്ല. പക്ഷെ ഒടുക്കം ദൈവാനുഗ്രഹത്താൽ എന്ന് തന്നെ പറയണം, ഒരു ചേട്ടൻ, ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കാൻ തയ്യാറാവുന്നു. സ്ത്രീധനമൊന്നുമില്ല, കാരണം കൊടുക്കാനുള്ളൊരു ത്രാണിയോ ചോദിക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഈ പയ്യനും ഇല്ല. ഒരു സാധാരണ കൂലിപ്പണിക്കാരനാണ്. അന്നുള്ള ആഹാരം അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു സാധാരണക്കാരൻ ചെറുപ്പക്കാരൻ. കല്യാണം നടന്നു. ആർഭാടങ്ങളില്ല, ആഘോഷങ്ങളില്ല. കാരണം വിളിക്കാനോ കൂടാനോ ഭക്ഷണം കൊടുക്കാനോ ഒന്നും അത്ര വലിയ ബന്ധുബലമോ സൗഹൃദങ്ങളോ ഇല്ല. വിവാഹ ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ, ഇല്ലെങ്കിൽ പരിചയപ്പെടുമ്പോൾ തന്നെ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞിരുന്നു, എൻ്റെ ദാരിദ്ര്യാവസ്ഥ നിന്നോട് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജീവിത പങ്കാളി ഈ പെങ്കുച്ചോട് പറയാണ്. കാരണം സ്വന്തമായിട്ട് വീടില്ല, ഇയാൾക്ക് കൂലിപ്പണിയാണ്, നാളുകളായിട്ട് വാടക വീട്, അമ്മയുണ്ട്, ഈ മകനുമുണ്ട്. എന്നുവെച്ചാൽ ഈ പെങ്കൊച്ചിന് ഏറ്റവും ചേരുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ്. അവളെപ്പോലെ തന്നെ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ജീവിതമുള്ള ചെറുപ്പക്കാരൻ. നിങ്ങളെന്നെ ശ്രദ്ധിച്ചിരിക്കണേ. ചിലപ്പോൾ ചില ആളുകളുടെ ജീവിതമൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ചില സമയത്ത് നമ്മുടെ സങ്കടങ്ങളെ ഓർത്ത് ഇത് ശ്രദ്ധ തെറ്റിപ്പോകും. നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണം. ഇവരുടെ വിവാഹ ജീവിതം ആരംഭിച്ചു. ഈ ദാരിദ്ര്യത്തെ അവർ ഒരുമിച്ച് മുറുകെ പിടിച്ചു. എന്ത് വിഷമം വന്നാലും ഈശോയുടെ കൂടെ ഒരുമിച്ച് എന്നുള്ളൊരു രീതിയിൽ പ്രാർത്ഥിച്ച് അധ്വാനിച്ച് മുമ്പോട്ട് പോകുന്നു. ഒരു 1.5 വർഷം, 2 വർഷമൊക്കെ കഴിഞ്ഞ് 3 വർഷമൊക്കെ ആയി കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നില്ല എന്നോർത്തപ്പോൾ അത് പിന്നെ ഒരു സങ്കടമായി. സ്വന്തമായിട്ട് വീടില്ല, വാടക വീടുകൾ മാറി മാറി നിൽക്കുന്നു. ചെറുപ്പം പോലെയുള്ള സങ്കടങ്ങൾ ഇപ്പോൾ ഉള്ളത്. ദാരിദ്ര്യം തുടരുന്നു, വാടക വീട്, അതിൻ്റെ കൂടെ കുഞ്ഞും കൂടെ ഉണ്ടാവുന്നില്ല. ഒത്തിരി പ്രാർത്ഥിച്ചു. ഈ ചേച്ചി സാക്ഷ്യത്തിൽ പറഞ്ഞെങ്ങനെയാണ്, ഞങ്ങൾ ഓരോ വാടക വീട് മാറുമ്പോഴും വലിയൊരു ആശ്രയമായി കൂട്ടായിട്ടിരുന്നത് ഏതോ ഒരു അച്ഛൻ, ഒരു വികാരിയച്ഛൻ കൊടുത്ത ഇത്രയും ഒരു കൈയുടെ വലിപ്പമുള്ള മാതാവിൻ്റെ ഒരു കുഞ്ഞു രൂപമുണ്ട്. ആ രൂപത്തിന് മുമ്പിൽ എല്ലാ ദിവസവും വൈകുന്നേരം ജപമാല ചൊല്ലും, മുട്ടുകുത്തിയ ജപമാല ചൊല്ലും. ഈ ഒരൊറ്റ കാര്യം മാത്രമാണ് ഏറ്റവും ആശ്വസിപ്പിച്ചിരുന്നത്. മാതാവിനോടെല്ലാം പറയും, എല്ലാം മാതാവ് ഈശോയോട് പറയും, എല്ലാം ഈശോ കേൾക്കുന്നുണ്ട് എന്നൊക്കെ ഈ ചേച്ചി ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സങ്കീർത്തനം 10:14 നമ്മൾ വായിക്കുന്ന പോലെ എല്ലാം അവിടുന്ന് കാണുന്നുണ്ട് എന്ന ബോധ്യത്തിൽ ജപമാലകൾ ചൊല്ലി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് എല്ലാം പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ കുടുംബം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പായടയ്ക്കാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു തപസ് ധ്യാനത്തിൽ വന്ന് കൂടുക. ആ വർഷം തന്നെ ഉദരത്തിലൊരു കുഞ്ഞു രൂപം കൊള്ളുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നു. കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ, മാസങ്ങളോ ആഴ്ചകളോ ഒക്കെ കഴിഞ്ഞപ്പോൾ ഉള്ളിലെന്തോ അസ്വസ്ഥത. ആശുപത്രി കൊണ്ട് കാണിക്കുന്നു. സ്നേഹത്തോടെ ഡോക്ടർ ഉപദേശിക്കുന്നു. ഉപദേശിച്ച സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്, ഇനിയും കുഞ്ഞുങ്ങളെ കിട്ടും. ശ്രദ്ധിച്ചിരിക്കണേ, ഡോക്ടർ ഉപദേശിച്ച എങ്ങനെയാണ്, ഇനിയും കുഞ്ഞുങ്ങളെ കിട്ടും. അതിൻ്റെ ഉള്ളിലൊരു അപകടം, അതിൻ്റെ ഉള്ളിലൊരു വാണിംഗ്, അതിൻ്റെ ഉള്ളിലൊരു സൂചന ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് കിട്ടില്ല, പ്രഗ്നന്റ് ആണ്, പക്ഷെ കുഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പൊ ഈ ചേച്ചി ഒത്തിരി 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 വിഷമത്തോടെ ചോദിച്ചു, എന്നാ പ്രശ്നം? അപ്പൊ ഈ ഡോക്ടർ വളരെ പ്രാക്ടിക്കലായിട്ടോ എന്തോ ഉപദേശം ഇങ്ങനെ കൊടുത്തു. ഈ കുഞ്ഞ് ഇൻ കേസ് ജനിച്ചാൽ, ഈ കുഞ്ഞ് ജനിച്ചാൽ തന്നെ സമ്പൂർണമായിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകും. അംഗവൈകല്യത്തോടു കൂടി ഈ കുഞ്ഞ് ജനിക്കുകയുള്ളൂ, ജനിക്കാൻ സാധ്യത കുറവാണ്. ജനിച്ചാൽ അംഗവൈകല്യത്തോടു കൂടി, അതും വളരെ സിവിയറായ ഒരു ഹാൻഡിക്യാപ്പോട് കൂടിയേ ജനിക്കുകയുള്ളൂ. ഇത് കേട്ട 2 പേർക്കും, ഭാര്യയ്ക്കും ഭർത്താവിനും വലിയ സങ്കടമായി. കാരണം എന്തൊരു വലിയ വിഷമങ്ങളുടെ ഒരു ഘോഷയാത്ര നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടാണ്. സന്തോഷിക്കാൻ കർത്താവ് ഒന്നുപോലും തരില്ലേ എന്നോർത്ത് കർത്താവിനെ ചിലപ്പോൾ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ളൊരു സാഹചര്യമാണ്. ഈ ചെറുപ്പക്കാരൻ ഭർത്താവ് അവളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോളെ, ഡോക്ടർ പറഞ്ഞ പോലെ ഇനിയും കുഞ്ഞുങ്ങൾ ഉണ്ടാകും. നീ പ്രാർത്ഥിച്ചിട്ട്, നീ ഒരു ധ്യാനം കൂടിയിട്ട് ഇപ്പൊ കുഞ്ഞു വയറ്റിലുണ്ടായില്ലേ,
ഇനിയും കർത്താവ് തരും. അതുകൊണ്ട് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഡോക്ടർ പറഞ്ഞ പോലെ ഈ പെങ്കൊച്ച് ഉള്ളിൽ സന്തോഷമല്ല, ഉള്ളിൽ ആനന്ദം നിറഞ്ഞിരിക്കുന്ന ഈ പെങ്കൊച്ച് പറഞ്ഞു, തന്നത് ഈശോയാണ്, എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. തന്നത് ഈശോയാണ്, എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭർത്താവ് അല്പം ദേഷ്യത്തോടെ സംസാരിക്കാൻ തുടങ്ങി. വീട്ടിൽ ചെന്നിട്ട് വഴക്കായി. അടുത്ത കുറച്ച് മാസങ്ങൾ ഭയങ്കരമായ അസ്വസ്ഥത അവരുടെ ഇടയിൽ. ഈ ചെറുപ്പക്കാരൻ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചോളൂ. കാരണം ജീവിതം മുഴുവൻ സങ്കടങ്ങൾ, വേദനകൾ, ദാരിദ്ര്യം, വാടക വീട്, ഈ അമ്മ കൂടെയുണ്ട്, ഈ ജീവിത പങ്കാളി. ഇനി ആ വീട്ടിലേക്ക് അത്ര ആരോഗ്യമില്ലാത്ത ഒരു കുഞ്ഞും കൂടെ വന്നാൽ ആ കുഞ്ഞിനെ കൊണ്ടു നടക്കാനോ അതിനെ ചികിത്സിക്കാനോ അങ്ങനെ ഒരു ത്രാണിയുള്ള ഒരു വീടല്ല. അറിഞ്ഞുകൊണ്ട് എന്തിന് മറ്റൊരു സഹനം കൂടെ വീട്ടിലേക്ക്, ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തണം? വളരെ പ്രാക്ടിക്കലായിട്ട് ഈ ചെറുപ്പക്കാരൻ ചിന്തിച്ചു. പക്ഷെ ഈ പെങ്കൊച്ച് വിട്ടുകൊടുക്കുന്നില്ല. ഇവള് പറഞ്ഞത് ഈശോ തന്നതാണ്, എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നമുക്കിത് ഒഴിവാക്കണ്ട, ഈശോ ഇത് അനുഗ്രഹമാക്കി മാറ്റും. ഉറക്കെ പറയാം ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ഈ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ അങ്ങനത്തെയൊക്കെ വിശ്വാസങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല. നമുക്ക് ഈ പള്ളിയിലിരുന്ന്, കൺവെൻഷൻ പന്തലുകളിലിരുന്ന് ഞാൻ വിശ്വസിക്കുന്നതെന്നൊക്കെ 1000 തവണ നമുക്ക് പാടി നമുക്ക് സ്തുതിക്കുകയും ഒച്ചതി ഹല്ലേലൂയ പറയുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ കാൽച്ചോട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന ഈ സമയങ്ങളിൽ ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ ഒരു ചെറിയ നട്ടല്, ഒരു ആത്മീയതയുടെ കുഞ്ഞു നട്ടലൊന്നും പോരാ. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നാൽ എന്താ ചിന്തിക്കണമെന്ന് അച്ഛൻ അറിയില്ല. നമുക്ക് വ്യക്തിപരമായിട്ട് അതിന് ഉത്തരം കൊടുക്കും. ഇങ്ങനൊരു തീച്ചൂള ഒരിരട്ടിയല്ല 7 ഇരട്ടി കത്തി എരിയുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും? ഒന്നിനു പുറകെ ഒന്നര സങ്കടങ്ങൾ. ഈ ഹസ്ബൻഡ്, ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നീ ഞാൻ പറയുന്നത് അനുസരിക്ക്. നമ്മുടെ അവസ്ഥയൊക്കെ അറിയാലോ. പക്ഷേ ഈ പെങ്കുച്ചിൻ്റെ ഉള്ളിലുള്ള വിശ്വാസം മുമ്പേ പറഞ്ഞ പോലെ ഈശോ തന്നാൽ ഞാൻ കളയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 9 മാസത്തെ പ്രാർത്ഥന, കാത്തിരിപ്പ്, ഈ പെങ്കൊച്ചിൻ്റെ നിത്യമായൊരു പ്രാർത്ഥന, ഏറ്റവും കൂടുതലായിട്ട് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. മുട്ടയെന്ന് എഴുന്നേക്കാതെ വൈകുന്നേരങ്ങളിൽ ജപമാല ചൊല്ലി പൂർത്തിയാക്കുന്നു. ഉദരത്തിലുള്ള കുഞ്ഞിന് സൗഖ്യം കിട്ടാൻ, അതിലൊരു കുറവും ഉണ്ടാവാതെ ജനിക്കാൻ, കർത്താവെ നിന്നിൽ ആശ്രയിച്ച് ഞാൻ നാണം കെടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ ചേച്ചി പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും ഈ ചേച്ചി ഈ സാക്ഷ്യം ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പറയുമ്പോൾ ഇതെങ്ങോട്ടാണ് ഈ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ വണ്ടടിച്ച് നിൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞ് ജനിച്ചു. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ആന്തൽ വന്ന് ഒരു ഹല്ലേലൂയ പറയാൻ തോന്നും, ഒന്ന് കൈയടിക്കാൻ തോന്നും. കൈയടിക്കരുത്, ഇപ്പം ഹല്ലേലൂയ പറയുകയും ചെയ്യരുത്. കുഞ്ഞ് ജനിച്ചു. ഡോക്ടർ പറഞ്ഞതുപോലെ അല്ല. ഡോക്ടർ പറഞ്ഞ് ജനിക്കാൻ സാധ്യത കുറവാണ്. ഇനി ജനിച്ചാൽ തന്നെ വലിയ അംഗവൈകല്യമായിട്ട് കുഞ്ഞ് ജനിക്കുള്ളൂ. ഡോക്ടർ പറഞ്ഞ പോലെയല്ല, കുഞ്ഞ് ജനിച്ചു. കൈക്ക് കുഴപ്പമില്ല, കാലിന് കുഴപ്പമില്ല, പഞ്ചേന്ദ്രിയങ്ങൾക്ക് കുഴപ്പമില്ല. കുഞ്ഞ് ചിരിക്കുന്നു, കുഞ്ഞിൻ്റെ കണ്ണ് തുറക്കുന്നുണ്ട്, കുഞ്ഞ് കരയുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ പറയല്ലേ? നമുക്ക് പറയാൻ പതുക്കെ. ഹല്ലേലൂയ പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. ഈ ചേച്ചി അൾത്താരയുടെ താഴെ നിന്ന് ഈ സാക്ഷ്യം പറയുന്നത് ഇങ്ങനെയാണ്. ദൈവജനത്തോട് മുഴുവനും അച്ഛന്മാരോടും ഒക്കെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് പറയാണ്, സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. 1 മാസം കൂടെ ജീവിത പങ്കാളി കൂടെ നിന്നു. ഈ കുഞ്ഞ് ജനിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ ഈ ചെറുക്കൻ, ഈ ഭർത്താവ് വീട് വിട്ടിറങ്ങി. അവളെ ഒറ്റയ്ക്കാക്കി, അമ്മയെ ഒറ്റയ്ക്കാക്കി, ഈ ജനിച്ച പിഞ്ചു കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇയാൾ അവിടുന്ന് ഇറങ്ങാൻ വളരെ മാനുഷികമായൊരു കാരണമായിരുന്നു. അംഗവൈകല്യം ഇല്ലാതെയാണ് കുഞ്ഞ് ജനിച്ചത്. പക്ഷേ ഈ അമ്മ സാക്ഷ്യപ്പെടുത്തി ഇങ്ങനെയാണ്. കേട്ടോണ്ടിരിക്കുന്ന അമ്മച്ചിമാർക്ക് ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ വേദന മനസ്സിലാവും തോന്നുന്നു. ഈ കൊച്ചിന് അംഗവൈകല്യമൊന്നുമില്ല, പക്ഷേ ആ ചേച്ചി സാക്ഷി പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛന്മാരെ, എൻ്റെ മാറിടത്തിലേക്ക് ചുണ്ടടിപ്പിക്കാൻ എൻ്റെ കൊച്ചിന് പറ്റണില്ല. എൻ്റെ അമ്മിഞ്ഞൊന്ന് നുകരാൻ വേണ്ടി ഈ കുഞ്ഞിൻ്റെ പെടലി അനങ്ങില്ല. എന്തോ ഒരു മെഡിക്കൽ കണ്ടീഷൻ്റെ പേര് പറഞ്ഞു, ഞാനതിൻ്റെ പേര് ഓർക്കണില്ല. ബട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത്രയാണ്: ബൈ ബർത്ത് കോമ, ജന്മനാ കോമയിലേക്ക് ഈ കുഞ്ഞ്, കോമ അവസ്ഥയിലേക്ക് ഈ കുഞ്ഞ് ജനിച്ച് വീഴുകയാണ്. കൈക്കും കാലുകൾക്കും ഒന്നും കുഴപ്പമില്ല, പക്ഷേ ഈ വെർട്ടിബ്ര, നട്ടല്, പെടലി അനങ്ങുന്നില്ല, നമ്പായിട്ട് നിൽക്കുകയാണ്. ആ ചേച്ചി, ഒരമ്മ ഇങ്ങനെയാണ് പറയുക: എൻ്റെ സ്തനം നുകരാൻ, എൻ്റെ മുലപ്പാൽ നുകരാൻ, ഒരമ്മയുടെ ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ സമയങ്ങളാണ്. അത് നുകരാൻ വേണ്ടി എൻ്റെ കുഞ്ഞിന് ആ കുഞ്ഞിൻ്റെ പെടലി അനക്കാനോ അതിൻ്റെ ചുണ്ട് എടുത്ത് എൻ്റെ സ്തനത്തിലേക്കൊന്ന് ചേർത്ത് പിടിച്ച് എൻ്റെ സ്നേഹം നുകരാനോ പറ്റണില്ല. ചേച്ചി ഇത്രയും കട്ടിയുള്ള വാക്കുകളൊന്നല്ല ഉപയോഗിച്ചു കേട്ടോ. ചേച്ചി ഇത്രയും കട്ടിയുള്ള വാക്കൊന്നല്ല ഉപയോഗിച്ചു. പാല് കുടിക്കാൻ എൻ്റെ കൊച്ചിന് പറ്റണില്ല. ഈ വേദനയിൽ, ഈ സങ്കടത്തിലാണ്, ദേഷ്യത്തിലാണ്
ഈ ചെറുപ്പക്കാരൻ ജീവിത പങ്കാളി ഈ കൊച്ചിനെയും അമ്മേനെയും അമ്മച്ചീനെയും ഇട്ടേച്ച് ഇറങ്ങിപ്പോയത്. കുറേ അധികം വർഷങ്ങൾ ഈ ചേച്ചി പറഞ്ഞില്ല, വന്നോ ഇല്ലയോ, തിരിച്ചു വന്നോ ഇല്ലയോ എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ വർഷങ്ങളോളം കുറേ അധികം വർഷം പിന്നെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാം. ഈ അമ്മച്ചി കൂടെയുണ്ട്, നല്ല അമ്മയായ പരിശുദ്ധ അമ്മ കൂടെയുണ്ട്. ഈ കൊച്ച് കട്ടിലേലാണ്, പിള്ളത്തൊട്ടിയിൽ നിന്ന് കട്ടിലേക്ക് മാറ്റി. വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വർഷങ്ങൾ മുമ്പോട്ട് പോവാണ്. എല്ലാ ദിവസവും ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. കർത്താവെ സഹായിക്കണം, മാതാവേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരം കിട്ടുമോ? എല്ലാവരും തള്ളി പറയുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളോട് ചിലപ്പോൾ ആളുകൾ ചോദിച്ചു പോകില്ലേ, ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് എന്തായി, എവിടെ ദൈവം, നീ ഇത്രയും ആശ്രയിച്ചിട്ട് എന്തായി, ഇത്രയും ജപമാല ചൊല്ലി, ഇത്രയും വചനം വായിച്ചു, ഇത്രയും ധ്യാനങ്ങൾ കൂടി എന്തായി, ആളുകൾ ചോദിക്കും. ഈ ചേച്ചിയുടെ മുമ്പിലേക്ക്, ഈ ചെറുപ്പക്കാരുടെ മുമ്പിലേക്ക്, ഈ സ്ത്രീയുടെ മുമ്പിലേക്ക് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ അങ്ങനെ ഒരു കൂരമ്പ് പോലെ വന്നു കാണും. പിടിച്ചു നിന്ന് ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് എന്നെ രക്ഷിക്കും എൻ്റെ കർത്താവ് എന്നുള്ള ബോധ്യത്തിൽ 10ാം വർഷം അവസാനിപ്പിക്കട്ടെ ഈ ഒരു ചേച്ചിയെ കുറിച്ചുള്ള കാര്യം. 10ാം വർഷം ചേച്ചി സാക്ഷ്യപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഒരു വൈകുന്നേരം ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ ഈ നൈറ്റിയുടെ ഈ ഭാഗത്ത് വന്ന് എന്തോ വീഴുന്നത് പോലെ തോന്നി. ഇങ്ങനെ ഒരു കുഞ്ഞ് തോണ്ടൽ പോലെ മച്ചുംപുറത്തുനിന്ന് പല്ലിയെങ്ങാണ്ടോ വീണതാന്ന് വിചാരിച്ച് ഈ ചേച്ചി കൈ തട്ടി മാറ്റിയപ്പോൾ വീണത് ഇല്ലെങ്കിൽ തൊട്ടത്, ആ സ്പർശനം മാറുന്നില്ല. അവിടെ കൈ ഇങ്ങനെ പിടിച്ച് തൊട്ട് നോക്കി, തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഈ 10 വർഷമായിട്ട് കോമയിൽ കിടന്ന കുഞ്ഞ് എഴുന്നേറ്റ് വന്ന് അമ്മച്ചീനെ ഈ കുഞ്ഞ് 2 വിരലും കൊണ്ട് ഇങ്ങനെ തോണ്ടുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഇതെങ്ങനെ സംഭവിച്ചെന്നൊന്നും അച്ഛനോട് ചോദിക്കരുത്. ചേച്ചി പറഞ്ഞ കാര്യങ്ങളെ റീപ്രൊഡ്യൂസ് ചെയ്യാണ്. പക്ഷെ നിങ്ങൾക്കും എനിക്കും അറിയാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളുടെ കരങ്ങൾ. എന്തിന് കർത്താവെ 10 വർഷം, എന്തിന് കർത്താവെ ഇങ്ങനെ ഒരു ദാരിദ്ര്യം, ഇങ്ങനെ ഒരു സാക്ഷ്യം ഇവിടെ ഈ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ കൂട്ടായ്മയിൽ ഒരാളെങ്കിലും അങ്ങനെ ഒരു സങ്കടത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അയാളെ പിടിച്ചുണർത്താൻ വേണ്ടി അത്രയധികം വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ ഒരു പെൺകൊച്ചിനെ, ഒരു ചെറുപ്പക്കാരിയെ, ഒരു കുടുംബനാഥയെ ഈശോ ചിലപ്പോൾ അങ്ങനത്തെ ഒരു തീപ്പൊള്ളലിലൂടെ കടന്നു വിട്ടിട്ടുണ്ടാകാം. അതിനെ വ്യാഖ്യാനിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ഈ ചേച്ചി അത്ര സ്നേഹത്തോടെ വേണേ ആ കൊച്ചിനെ കെട്ടിപ്പിടിക്കാം. ഈ അമ്മച്ചി പറഞ്ഞതാണ്, അച്ഛാ അവന്റെ വായിന്ന് ആദ്യം വന്ന വാക്യതാണ് അമ്മ വിശക്കുന്നു. കൊച്ചിന്റെ വായിന്ന് ആദ്യം വന്ന വാക്കിതാണ് അമ്മ വിശക്കുന്നു. ഈ പെങ്കൊച്ചിന്റെ, ഈ അമ്മയുടെ ഏറ്റവും വലിയ ദുഃഖം ഇതായിരുന്നു, എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഭക്ഷണം എൻ്റെ സ്തനം നുകരാൻ വേണ്ടി ഈ കുഞ്ഞിന് പറ്റുന്നില്ല. പക്ഷെ അവൻ എഴുന്നേറ്റ് വന്നിട്ട് ദൈവകൃപയാൽ ആദ്യം സംസാരിച്ച വാക്കിതാണ് അമ്മ വിശക്കുന്നു. ഈ ചേച്ചി, ഈ പെറ്റമ്മ ചെയ്തത് എന്താണെന്നറിയോ? ആദ്യം മാതാവിന്റെ കുഞ്ഞു രൂപത്തെ, ഈ കൈവലിപ്പമുള്ള കുഞ്ഞു രൂപത്തെ കെട്ടിപ്പിടിച്ചിട്ട് ആ അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്തു. അതിനുശേഷം കൊച്ചിനൊരു ഉമ്മ കൊടുത്തിട്ട് ആ 10 വർഷത്തിന് ശേഷം ഈ കുഞ്ഞു വാവ എഴുന്നേറ്റ് നിന്ന ഈ കൊച്ചു പയ്യന്റെ വായിലേക്ക് അന്ന് വൈകുന്നേരം അത്താഴം എടുത്തു കൊടുത്തു. പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. തീർന്നു. ഇതാണോ അത്ഭുതം എന്ന് ചോദിച്ചാൽ ഞാൻ പറയണു, ഇതല്ല അത്ഭുതം. 10 വർഷം കഴിഞ്ഞൊരു കൊച്ചെഴുന്നേറ്റ് വന്നു എന്നുള്ളതല്ല എൻ്റെ മുമ്പിലുള്ള അത്ഭുതം. ഈ സാക്ഷ്യപ്പെടുന്ന ചേച്ചിയാണ്. പറഞ്ഞു, ധ്യാനം കൂടി ഇത്ര കാലം കഴിഞ്ഞിട്ടായി കൊച്ചിനെ കിട്ടിയത്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു, ഞാൻ താമസിച്ച് വന്നതിന് ക്ഷമാപണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ഇനി എന്തൊക്കെ സങ്കടങ്ങൾ വരാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദാരിദ്ര്യം മാറിയിട്ടില്ല, സ്വന്തമായിട്ട് വീട് ഇതുവരെ ആയിട്ടില്ല, കൊച്ച് ഇവിടെ തന്നെ ഉണ്ട്. കൊച്ച് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ കൊച്ചു പയ്യൻ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് പോയി അവൻ വല്ല ഭക്ഷണം കഴിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ കൊച്ചപ്പൻ അവൻ അവിടെ ഇരുന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അമ്മയുടെ സാക്ഷ്യം കേട്ടോണ്ട് ഈ എഴുന്നേറ്റ് വന്നവൻ അവിടെ ഇരുന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പയ്യനെ പിന്നീട് കണ്ട് സംസാരിച്ചപ്പോൾ ഇവനെ പറഞ്ഞു, എനിക്ക് അച്ഛനാവണമെന്നാണ് ആഗ്രഹം, അതൊക്കെ പറ്റുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പറ്റുമെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെയാണ് അവൻ നിയോഗം വെച്ചിട്ട് പോയത്. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ ചേച്ചി പറഞ്ഞ് അവസാനിപ്പിച്ച് എങ്ങനെയാണെന്നറിയോ? അതാണ് എൻ്റെ മുമ്പിലെ അത്ഭുതം. ഞങ്ങൾ അച്ഛന്മാരുടെ നേരെ തിരിഞ്ഞിട്ട് ചേച്ചി ഇങ്ങനെ പറഞ്ഞു, അച്ഛന്മാരെ, ഇത്രയൊക്കെ സങ്കടങ്ങൾ വന്നിട്ടും ഇത്രയൊക്കെ കരയാനൊരു 100 കാരണങ്ങൾ ഉണ്ടായിട്ടും എൻ്റെ ഉള്ളിൽ, ശ്രദ്ധിച്ച് കേൾക്കണേ, ചേച്ചി ഇങ്ങനെ പറയാണ്, എൻ്റെ ഉള്ളിൽ ഈശോ ഒരാനന്ദം തന്നിട്ടുണ്ട്. എൻ്റെ ഉള്ളിൽ ഈശോ ഒരാനന്ദം തന്നിട്ടുണ്ട്. അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛന്മാർ പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ മുമ്പിലെ അത്ഭുതം ആ കൊച്ച് സൗഖ്യപ്പെട്ടതോ ആ കൊച്ച് ജനിച്ചതോ അല്ല, ഈ ചേച്ചി പറഞ്ഞ അവസാനത്തെ സ്റ്റേറ്റ്മെൻ്റാണ്. എൻ്റെ ഉള്ളിൽ ഈശോ തന്നൊരു ആനന്ദമുണ്ട്, അത് പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ തന്നെ ഒന്ന് പ്രാർത്ഥിക്കണം, വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇത്തിരി കടബാധ്യതകളിൽ മുങ്ങി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനൊരു പ്രചോദനം കിട്ടി. നിങ്ങളെ കണ്ടിട്ട് നല്ല റിച്ച് ലുക്കാണ്, എന്നാലും ഇതൊക്കെയൊക്കെ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നത്, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിലൊക്കെ ഒത്തിരി വിഷമിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊരു പ്രേരണ കിട്ടി. ഞാൻ നിങ്ങളോട് പറയട്ടെ, വളരെ സത്യസന്ധമായിട്ട്
നിങ്ങൾക്ക് കടമുണ്ടായി, ഈ കടം മാറും. നാളെ ചിലപ്പോൾ പുത്തൻ കടം വരാം. രോഗികൾ ഇത് കേട്ട് നിങ്ങൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷന് പങ്കെടുക്കുന്നുണ്ടാകാം. ഈ രോഗം ഈശോയ്ക്ക് മാറ്റാം. നാളെ ചിലപ്പോൾ പുതിയ രോഗം വരാം. ഇപ്പോൾ ഒരു സങ്കടം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കാം. ഇത് മാറ്റും, ഈശോയ്ക്ക് ഇത് മാറ്റാം. നാളെ ചിലപ്പോൾ പിന്നെയും വന്നേക്കാം. നമുക്ക് മാറാതെ നിൽക്കേണ്ടത് ഒന്നേ ഉള്ളൂ. ആ ചേച്ചിയെ പോലെ നമുക്ക് പറയാൻ പറ്റണം, ഈശോയെ കടം മാറിയാലും ഇല്ലേലും അങ്ങ് തന്ന ആനന്ദം പോവരുത്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. മക്കൾ തിരിച്ചു വന്നാലും ഇല്ലേലും അങ്ങ് തന്ന ആനന്ദം പോവരുത്. യേശു തരും ആനന്ദം, അത് സ്വർഗീയ ആനന്ദം. രണ്ട് കരങ്ങൾ എഴുതി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ.